ഹായ് ഹലോ. ഇന്നലെ എനിക്കൊരു ചക്ക കിട്ടിയാണ് കേട്ടോ. അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ചക്ക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്ത് ഒരു 1-2 വർഷത്തിനിടയ്ക്ക് ഞാൻ ചക്കയെ കഴിച്ചിട്ടില്ല. ചക്ക കിട്ടിയപ്പോഴത്തേന് ഭയങ്കര ആക്രാന്തമായിരുന്നു. പിന്നെ ചക്കക്കുരു കിട്ടി, കുറേ ദിവസത്തേക്കിങ്ങനെ കറിയൊക്കെ വെക്കാനായിട്ട് ചക്കക്കുരു കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ നമ്മളിന്ന് കുമ്പളപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നല്ല പഴുത്ത കൂഴച്ചക്കയാണ്, പക്ഷേ എന്നാലും നല്ല മധുരമുണ്ട്. വെച്ചാൽ അത്ര അങ്ങ് പഴുത്തിങ്ങനെ കുഴകുഴാന്നായിട്ടില്ലായിരുന്നു, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. കുറേ റെഡിയാക്കുന്ന സമയത്ത് കുറേ തിന്നുകയും ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ കുമ്പളപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേറെ ചേരുവകളൊന്നുമില്ല, നമ്മൾ ചേർക്കുന്നില്ല. കുറച്ച് ജീരകം, കുറച്ച് ഏലക്ക, പിന്നെ തേങ്ങ, പിന്നെ പൊടിയായിട്ട് നമ്മൾ ചേർക്കുന്നത് റാഗിപ്പൊടിയാണ്. എന്നിട്ട് വെന്ത ചക്ക നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വെള്ളം പോലും ചേർക്കുന്നില്ല കേട്ടോ, ശർക്കര പാനി ഒഴിക്കുന്നില്ല, വെള്ളം ചേർക്കുന്നില്ല. കാരണം അത്രയ്ക്ക് നല്ല മധുരമുണ്ട് നമുക്ക് കിട്ടിയ ചക്കയ്ക്കകത്ത്. അപ്പോൾ ചക്ക നല്ലപോലെ ഇതിങ്ങനെ മിക്സ് നന്നായിട്ട് കുഴച്ച് അമ്മയാണ് റെഡിയാക്കി എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ വഴണയിലയിലാണ് വെക്കുന്നത്. വഴണയിലയിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കിനും നല്ല മണം ഉണ്ടാകും. ഈ വഴണയുടെ മണവും ചക്കയും കൂടെ ഇന്നും സൂപ്പറാണെന്നറിയോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഏറ്റവും കൂടുതൽ പലഹാരത്തിൽ ഇഷ്ടമുള്ള ഒരു സാധനം എന്ന് പറയുന്നത് അത് ഈ കുമ്പളപ്പമാണ്. കുമ്പളപ്പം ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലാണ്, അടിപൊളിയാണ്. നമ്മൾ സച്ചുവിനെ ഓർത്തിട്ടാണ് കേട്ടോ ശർക്കരയൊന്നും ചേർക്കാത്ത. നമ്മൾ വീട്ടിലെല്ലാവരും കഴിക്കും, എന്നാലും നമ്മൾ ശർക്കരയൊന്നും ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബായ്.